സംസ്ഥാനത്ത് കാലവർഷം ശക്തമായതോടുകൂടി പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകളും ദുരിതങ്ങളുമാണ്. കോട്ടയത്തെ പല ഉൾപ്രദേശങ്ങളിലും വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ്. ഇനി വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ചെങ്ങളം അയ്യമ്മാത്ര പ്രദേശത്താണ്. ഈ ഒരു കോളനിയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യമാണ്. അത് കാരണം വലിയ ദുരിതത്തിലാണ് ഈ ഒരു പ്രദേശവാസികൾ ആകപ്പാടെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഫാമിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തെ അതിശക്തമായ മഴയിൽ വെള്ളം കയറി താറാവുകൾ ഉൾപ്പെടെ ഒലിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മളിവിടെ ഈ തിരുവാർപ്പ് പഞ്ചായത്തിലെ അയ്യമ്മാത്ര പാലത്തിന്റെ താഴെ കുറച്ച് കുടുംബങ്ങൾ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് അവരിവിടെ കഴിയുന്നത്. വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തുരുത്തു പോലെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ. ഏകദേശം 100 കുടുംബങ്ങൾക്ക് മുകളിൽ ഈ വെള്ളത്തിന്റെ പ്രതിസന്ധികൾ കൊണ്ട് പോകുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ അവിടെ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നു. പഞ്ചായത്തിന്റെ അധികാരികളോ അതല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട അധികാരികളാരും ഈ പ്രദേശത്തെ ഒന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. പ്രാദേശികമായിട്ട് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മറ്റ് സംഘടനകളാണെങ്കിലും ഈ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതപൂർണമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ഫാമാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഞങ്ങൾക്ക് ഒരു 150-ന് മുകളിൽ താറാവുകൾ ഉണ്ടായിരുന്നതാണ്. ഈ വെള്ളം കയറിയതോട് കൂടിയിട്ട് താറാവുകളിൽ കുറേ നല്ലൊരു ശതമാനവും പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ അതിനെ എങ്ങനെ കണ്ടെടുക്കുമെന്നറിയാത്ത ഒരു പ്രതിസന്ധിയിലാണ് പോകുന്നത്. ഇപ്പോൾ പശു ആണെങ്കിലും ഒക്കെ വെള്ളത്തിലാണ് നിൽക്കുന്നത്. പ്രസവിക്കാറായ പശു അടക്കമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇപ്പോൾ ഇവിടത്തു നിന്ന് ഞങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ഒരു ഷെഡ് കെട്ടി പശുവിനെയൊക്കെ ഇങ്ങോട്ടേക്കൊന്ന് അത്യാവശ്യം കുറച്ച് കരപ്പറ്റുള്ള ഭാഗത്തോട്ട് മാറ്റി നിർത്തുന്ന സ്ഥിതിയിലാണുള്ളത്. ഇപ്പോൾ കണ്ടത്തിൽ വെള്ളം കയറുന്ന ഈ ഒരു അവസ്ഥ ഏകദേശം ആ റോഡൊന്ന് പൊങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു പകുതി പ്രശ്നം ഇവിടുത്തെ ജനങ്ങളുടെ മാറും. മാത്രമല്ല ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു ജീവിതം ഇത്രയും ദുസ്സഹമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ തീർത്തും സാധാരണക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. തെങ്ങേറ്റ തൊഴിലാളികളും അതുപോലെ മത്സ്യബന്ധന തൊഴിലാളികളും ഇതുപോലെ പശുവിനെയും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ. തികച്ചും ഒരു ദരിദ്രപൂർണമായിട്ടുള്ള ജീവിതമാണ് ഇവിടെയുള്ള ജനങ്ങളെ. അപ്പോൾ പഞ്ചായത്തിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഈ പഞ്ചായത്തിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള കുടുംബങ്ങൾക്ക് അടിയന്തരമായിട്ടുള്ള സഹായം ലഭ്യമാക്കണം. ഇവിടെയുള്ള ആളുകളുടെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. വിദ്യാഭ്യാസപരമായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് യാതൊരുവിധ മാർഗവും ഇല്ലാത്ത ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ചുറ്റുവട്ടത്തുള്ള മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ആദ്യം വെള്ളം കയറുന്നത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഈ പ്രതിസന്ധിയെ മനസ്സിലാക്കിക്കൊണ്ട് പഞ്ചായത്തിന്റെ അധികാരികളും അതുപോലെ തന്നെ മന്ത്രി അടക്കമുള്ള ആളുകൾ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയുള്ള മണ്ഡലമാണ്. ഈ മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു സ്ഥലമാണ് ശ്രീ വി എൻ വാസവന്റെ മണ്ഡലത്തിലെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെ ഒന്ന് മന്ത്രി നേരിൽ വന്ന് സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റും ഇവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഒരു ഫാം ഹൗസ് മാത്രമാണ്. ഞങ്ങളിവിടെ വന്ന് സന്ദർശിക്കുന്നു, ഞങ്ങളിവിടെ ഒരു തൊഴിലാളിയുണ്ട്, അദ്ദേഹത്തെ കണ്ട് ഞങ്ങൾ പോകുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റു വെള്ളത്തിന്റെ പ്രതിസന്ധികളില്ല. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന നിലയിലാണുള്ളത്. ഇന്നലത്തെ കാറ്റിൽ ആ വീടിന്റെ മേൽക്കൂര മറിഞ്ഞു വീണതുപോലെ ഇവിടെ ഒരു ലൈൻ കമ്പി പൊട്ടി വീണ് കഴിഞ്ഞാൽ ഇവിടെയുള്ള വെള്ളത്തിന്റെ അവസ്ഥ കൊണ്ട് ആ വെള്ളത്തിലേക്ക് പൊട്ടി വീണ് കഴിഞ്ഞാൽ ഇവിടെ ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകളെ അത് എത്രത്തോളം ഭീതിജനകമായിട്ടുള്ള രീതിയിൽ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇവിടെ പഞ്ചായത്തിന്റെ അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല. ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പുറത്തെ റോട്ടിലൂടെ ഒന്ന് വന്നു പോയത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ ജനങ്ങളെ ഒന്ന് അവരുടെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നോട്ടം ഇവർക്ക് നേരെ വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും വേഗം കഴിയുന്നതും ഇവിടെയുള്ള ജനങ്ങളെ സഹായിക്കാനായിട്ട് പഞ്ചായത്തിന്റെ അധികാരികളും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും അടക്കം ഇതിനൊന്ന് മുന്നിട്ടിറങ്ങണമെന്നാണ് പറയാനുള്ളത്.